അത് ഇംഗ്ലീഷിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെ നമ്മളൊരു വാക്ക് കൊണ്ട് പറയും. ഏതാണ് ആ വാക്ക്? ഫിയാൻസെ. എല്ലാവർക്കും അറിയില്ലേ? അത് ഫിയാൻസെ ആണോ ഫിയാൻസി ആണോ? അത് പെണ്ണാണ്. കെട്ടാൻ പോകുന്ന ചെക്കനെയല്ല, കെട്ടാൻ പോകുന്ന ഫിയാൻസി ആണോ അല്ലേ? ആണോ? അതായത് ഇത് പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. കൺഫ്യൂഷൻ ആവാനുള്ള കാരണം ഇതാണ്. ശരിക്കും കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും ചെക്കനാണെങ്കിലും നമ്മൾ ഫിയാൻസെ എന്ന് തന്നെയാണ് പറയാം. രണ്ടും ഓക്കെയാണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, പക്ഷേ ഫിയാൻസെ പെണ്ണിനെ പറയുമ്പോൾ ലാസ്റ്റ് 2 ഇ എന്ന് പറയും. ഓക്കെ, ഫിയാൻസേക്ക് 2 ഇ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പലരും ഫിയാൻസി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്സ് വരുത്തരുത്. ഓക്കെ, കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും ചെക്കനാണെങ്കിലും ഫിയാൻസെ, സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം. പെണ്ണാണെങ്കിൽ 2 ഇ വരും. ഓക്കെ, ഇനി ഇപ്പോൾ നിനക്ക് ഫിയാൻസെ അല്ലേ ഉണ്ട്? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ ഫിയാൻസെ എന്ത് ചെയ്യുന്നു? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമ്മളൊരാളോട് ചോദിക്കൂലേ നിൻ്റെ ഫിയാൻസെ എന്ത് ചെയ്യുന്നു? അത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് ഇവിടെ നിങ്ങൾ കോമൻറ്റ് ചെയ്യണം. ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ പഠിപ്പിക്കാം. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. നിങ്ങൾ എവിടെയാണ് ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് കറക്റ്റ് അറിയാം. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ഇംഗ്ലീഷ് ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. കുറേ ഗ്രാമർ പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് കുറച്ചൊക്കെ പഠിക്കാം, പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാം. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരിക. അതാണ് നമ്മളെ കോഴ്സിൽ ചെയ്യുന്നത്. 2 മാസത്തെ കോഴ്സാണ്. നിങ്ങൾ ഫ്രീ ആകുന്ന അരമണിക്കൂർ. ഇപ്പോൾ മുകളിൽ പോകാം, ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്. വളരെ ചെറിയ ഫീല് ഫണ്ണായിട്ട് നമുക്കിനി ഇംഗ്ലീഷ് പഠിക്കാം. താങ്ക് യു.